ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് പരിശോധിച്ച് നോക്കാം. 3/4/2025 വ്യാഴാഴ്ച 23,241 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി വെള്ളിയാഴ്ച ഓപ്പൺ ആയത് 23,190 എന്ന ലെവലിലാണ്. ഏതാണ്ട് 50ലധികം പോയിന്റിന്റെ ഒരു മൈനസ് ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഡേയ്സ് ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 350 പോയിന്റിലധികം സെല്ലിംഗ്, ഒരു ബിയറിഷ് ക്യാൻഡിൽ, ഫുള്ളി റെഡ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് കിട്ടുക. എന്നാൽ നമ്മുടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയും ചെയ്താൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം എന്നായിരുന്നു. എന്നാൽ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ചെറിയൊരു അപ്പ് മൂവ് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് വരെ തന്ന് അതേ 1 മിനിറ്റിൽ തന്നെ താഴത്തെ ലെവൽ ബ്രേക്ക് ചെയ്യുകയായിരുന്നു. അത് തിരിച്ചറിഞ്ഞ് കൃത്യമായും ഒരു എൻട്രി എടുത്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് ഉറപ്പിച്ച ഏതൊരാൾക്കും നല്ല ഒരു ട്രേഡ് ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ തന്നെ ലഭിച്ചു. വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായി സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ലോ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ. എന്നാൽ അവിടെ നിന്നും വളരെ വേഗത്തിൽ ടാർഗറ്റുകൾ പോരുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ ലെവലെങ്കിലും എടുക്കാൻ കഴിഞ്ഞവർക്കും നല്ല ട്രേഡ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ 22,904 എന്ന പ്രധാന സപ്പോർട്ടിൻ്റെ അടുത്തെത്തി പ്രൈസ് ഒന്ന് റിവേഴ്സായി. ഇവിടെ നിന്നും കോൾ ഓപ്ഷൻ ബൈ ചെയ്തവരുണ്ട്. കൃത്യമായും ഒരു പ്രോഫിറ്റ് എടുത്തു. വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ പുതിയ ഉയരം തരുന്നില്ല, അവിടെ നിന്ന് സെല്ലിംഗ് വരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക്, കൃത്യമായും പ്രൈസ് മൂവ് ചെയ്യുന്നത് എങ്ങനെ എന്ന് റീഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്ന അവസരമായിരുന്നു. അതുവരെ രേഖപ്പെടുത്തിയല്ലോ, അതിന് താഴോട്ട് ബ്രേക്ക് ചെയ്തു. അവിടെ നിന്നും പ്രൈസ് വളരെയധികം സമയമെടുത്ത് മാത്രമാണ് ട്രേഡ് ചെയ്ത് കൺസോൾട്ടേഷൻ ആയിരുന്നു. എന്നാൽ എല്ലാ അപ്പ് മൂവും എവരി റൈസും സെല്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തവർക്ക് നല്ല ടാർഗറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമായിരുന്നു ട്രേഡബിൾ ആയിരുന്ന സമയങ്ങൾ. അടുത്ത ദിവസങ്ങളായി നമുക്ക് കാണാം, മിക്കവാറും ആദ്യത്തെ ഒരു 1-2 മണിക്കൂറാണ് നമുക്ക് നല്ല ട്രേഡിങ്ങിനുള്ള അവസരം ലഭിക്കാറ്. മിക്കവാറും തന്നെ കൃത്യമായും ട്രേഡിംഗ് അറിയാവുന്നവർ ആ സമയത്തിനുള്ളിൽ ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി അന്നത്തെ അവരുടെ ഡേ ക്ലോസ് ചെയ്യുന്നതാണ് കാണാറ്. അതിനുശേഷമാണ് മാർക്കറ്റിലെത്താൻ കഴിയുന്നതെങ്കിൽ പലരും ചെറിയ പ്രോഫിറ്റുകൾ എടുത്തുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്ത് 1-2 ട്രേഡ് ചെയ്ത് അവരുടെ ഒരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കി പിന്മാറുന്നതുമാണ് കാണാറ്. എല്ലായ്പ്പോഴും ഇങ്ങനെയല്ല, എന്നാലും മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ് സംഭവിച്ചു വരുന്നത്. വ്യാഴാഴ്ച ഒരു 0 പ്രതീക്ഷിച്ച് OTM പുട്ട് ഹോൾഡ് ചെയ്തിരുന്ന പലരും ഉണ്ടായേക്കാം. എന്നാൽ വ്യാഴാഴ്ച മാർക്കറ്റ് ഇവിടെ ഹെവിലി കൺസോൾട്ടേഷൻ തന്ന് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ പ്രൈസ് ഹോൾഡ് ആവുകയാണ് ചെയ്തത്. അത് ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് നല്ലൊരു ലോട്ടറിക്കുള്ള ചാൻസ് ആയിരുന്നു. പക്ഷേ ബ്രേക്ക് ചെയ്യാതെ അന്ന് അവിടെ തന്നെ നിന്ന് ഡേ തീരുകയാണ് ചെയ്തത്. വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്യുമ്പോൾ സാമാന്യം നല്ല മൂവ് തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ പ്രീമിയം മെൽറ്റിംഗ് ഒന്നും ഇല്ലാതിരുന്നു. അപ്പോൾ കൃത്യമായും ചാർട്ട് റീഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് നല്ല ട്രേഡിംഗ് അവസരങ്ങൾ തന്നെയായിരുന്നു വെള്ളിയാഴ്ച ലഭിച്ചത്. വ്യാഴാഴ്ചത്തെ ആ ഒരു അവസരം മിസ്സായി എന്നുള്ള ഒരു ഖേദം ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നു. വ്യാഴാഴ്ചയും വളരെ പെട്ടെന്ന് ഡൗൺ സൈഡിൽ ഓപ്പൺ ആയെങ്കിൽ പോലും വളരെ പെട്ടെന്ന് മൂവ് തന്നു. അപ്പോൾ ഡയറക്ഷനും തന്നു, ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള സമയം പ്രീമിയം മെൽറ്റിംഗ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ട്രേഡ് ചെയ്യാതെ നിൽക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ. അതെല്ലാം ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ സമയമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ വെള്ളിയാഴ്ച നൽകിയ ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ചത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 22,887 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ മൈനർ സപ്പോർട്ടായി 22,856 എന്ന കഴിഞ്ഞ ദിവസത്തെ ലോയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അപ്പോൾ ഡയറക്ഷനിൽ പ്രധാന റെസിസ്റ്റൻസുകളായി വരാൻ സാധ്യതയുള്ളത് 23,099 അതുപോലെ തന്നെ 23,236 എന്ന ലെവലുകളാണ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 23,032, 140 എന്ന ലെവലുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം.
ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 23,032 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. 22,831 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. 51,467 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 51,358 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസായി 52,006 എന്ന ലെവലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ 51,895, 51,779 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് 51,779 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 51,192 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് അല്പം കൂടെ വീക്ക് ആയേക്കാം. അങ്ങനെയെങ്കിൽ താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 75,325 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി ഡേയ്സ് ലോ അതാണ് മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 75,240 എന്നാൽ പ്രധാന റെസിസ്റ്റൻസായി ലഭിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ 75,946, 76,269 എന്ന ലെവലുകളാണ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 75,746, 76,051 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 75,746 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. 75,093 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ
അല്പം കൂടെ വീക്കായേക്കാം പ്രൈസ് മൂവ്മെൻറ്റ് എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലെയിമർ, ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വാങ്ങിക്കോളൂ എന്ന് പറയാനുള്ള ഒരു സജഷനല്ല. അടുത്ത മാർക്കറ്റ് ദിനത്തിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമായ ഒരു കേവലമായ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ കാഴ്ചക്കാർക്കും പഠനാർത്ഥം ഇതിനെ ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ലെവലുകൾ ഗുണകരമാണ് അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് പ്ലാൻ പ്രയോജനകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തിങ്കളാഴ്ചയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്